ഞാൻ സത്യം പറയാം ഞാനാണ് ലക്ഷ്മിന്റെ കൂടെ വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ലക്ഷ്മിന്റെ സ്വഭാവം അറിയുമ്പോൾ വൈകിട്ടാണ്. ലക്ഷ്മി പക്ഷെ പാവമാണ്. പക്ഷെ ലക്ഷ്മി പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവള് ഫ്രണ്ടിൽ നിൽക്കണം, ആരെന്തോ നോക്കൂല, മുഖത്ത് നോക്കി കാര്യം പറയും. കൊച്ചിന് ഞാൻ സൈലന്റ് ആയിരുന്നു, ലക്ഷ്മി വൈലന്റ് ആയിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളൊരു കല്യാണ പ്രൊപ്പോസലായിരുന്നു ഇത്. ഉണ്ണിച്ചേട്ടനെ പോലത്തെ ഒരാളായിരിക്കും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എനിക്ക് സത്യത്തിൽ ഒരു സാധാരണ പറയുമല്ലോ പ്ലസും മൈനസും ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്യാരക്ടറാണ്. ഞാൻ ഇവിടെ പുള്ളിക്കാരി വരുള്ളൂ. ഞാൻ കോമഡി ആണെങ്കിൽ പുള്ളിക്കാരും കോമഡി ആയിരിക്കും. കൂൾ ക്യാരക്ടറാണ്. എല്ലാം ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. ഓവർ ഹാപ്പിനെസ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹാപ്പി. കമ്പ്യൂട്ടർ ട്യൂഷൻ ക്ലാസ് വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഇദ്ദേഹം എൻ്റെ ടീച്ചറായിരുന്നു. നല്ല ആറ്റിറ്റ്യൂഡാണ്, പിന്നെ നല്ല ബോൾഡാണ്, നല്ല ക്യാരക്ടറാണ്. അതാണ് ഇഷ്ടം തോന്നാൻ കാരണം. നമുക്ക് നല്ല ബോൾഡാണ്. നമ്മൾ ഏകദേശം നമ്മളെ ക്യാരക്ടർ രണ്ടുപേരും ഏകദേശം സെയിം ആണ്, ഒരേ വൈബാണ്. मम जीवन हेतुना कंठे बध्नामि सुभगे त्वं जीव शरदशतम् माङ्गल्यं तन्तुनानेन मम जीवन हेतुना कंठे बध्नामि सुभगे त्वं जीव शरदशतम् मंगलं गरुडध्वज मंगलं पुंडरीकाक्ष मंगलाय तनोहरे. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് പഠിക്കാൻ വന്ന പുള്ളിക്കാരൻ 6 months കഴിഞ്ഞാണ് പുള്ളി ജോയിൻ ചെയ്യുന്നത്. മാരേജ് പ്രപ്പോസൽ അങ്ങനെയല്ല, ഒരു മാരേജ് കല്യാണത്തിന് മുമ്പ് പോയാലും ഞങ്ങൾ വീട്ടിൽ വന്നു ചോദിച്ചു. എൻ്റെ വീട്ടുകാരും ഓക്കെ പറഞ്ഞു. കുറച്ച് നാളെ ശേഷം എൻഗേജ്മെന്റ് ആയിരുന്നു. ഞാൻ ഏകദേശം ഒരു 6-7-8 months ഉണ്ടായിരുന്നു. മാരേജ് കംപ്ലീറ്റ് എനിക്ക് സിബ്ലിങ്സ് ഇല്ല. അപ്പം ഭയങ്കര അടിപൊളി ഒരു പ്രോസസ് ആയിരുന്നു. ഫോട്ടോ നമ്മുടെ SK സെലക്ട് ചെയ്യുന്നതും അതുപോലെ ഫുഡായാലും എല്ലാം ഞങ്ങൾ ഡിസിഷനും കറക്റ്റ് എല്ലാം കംഫർട്ടബിൾ വർക്ക് പ്രത്യേകിച്ച് പറയണം. നല്ലായിരുന്നു. ഏകദേശമുണ്ട് നമ്മൾ പറഞ്ഞ എല്ലാ സജഷൻസും അവർ കേൾക്കും. ഇന്നലെ റിസപ്ഷനായാലും എനിക്ക് നല്ലൊരു ടെൻഷൻ ഇല്ലാണ്ട് ഞാൻ എല്ലാം ചെയ്തു. എല്ലാം ഡേറ്റ് വിളിച്ചു അങ്ങനെ എന്തോ പറയത്തില്ല. ഭയങ്കര സ്കൂളാണ്. അപ്പോൾ ഞങ്ങൾക്കും വളരെ ആശ്വാസമാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു മാരേജ്. എല്ലാം മാരേജ് പ്ലാനിങ്ങൊക്കെ ഞങ്ങൾ എല്ലാം ചെയ്ത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ വിചാരിച്ച രീതിക്ക് എല്ലാം വന്നു. ഹാപ്പി.
ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ്. ഇനി ഫോട്ടോയിൽ കൂടെ കിട്ടുമ്പോൾ അതിലേറെ ഹാപ്പിയാവും. பிம்பங்கள் பொய்கள் அல்ல, உள்ளே வா பெண்ணே மெல்ல, ஏன் உன்மேல் காதல் கொண்டே, உண்மை நீ கண்டு கொள்ள முழுதாய் முழுதாய் உன்னில் வீழ்ந்தேனே, இது நான் இது நீ மறந்தே. எல்லாமே ரெட்டுப்பாக, சொல்லெல்லாம் தித்திப்பாக, முத்தத்தால் மோதும் போது கண்ணாடி கீறல் கொள்ள உடைந்தேன் உடைந்தேன் புகை போலே நான் உடைந்தேன் உயிரை திறந்தாயே. இந்த அழகை சொல்லும் கண்ணாடி, இந்த உலகம் இந்த கண்ணாடி, என்னை அழைக்குது இந்த கண்ணாடி.